ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിതാ എൻ്റെ മോൻക്ക് കൊടുക്കുന്ന ഫുഡ് റെസിപ്പീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അതേപോലെ ഈവനിങ് സ്നാക്ക്, അങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോസ് കാണിക്കാനാണ് വന്നത്. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെയല്ല കൊടുക്കാറ്. ഓരോ ദിവസം ഓരോ ഫുഡിൽ ഓരോ ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, അതേപോലെ ഈവനിങ് സ്നാക്ക്, അതിൻ്റെ ഇടയിൽ ഞാൻ ബ്രഞ്ചായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ മോൻക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ കൊടുക്കുന്നത് നേന്ത്രപ്പഴവും അതേപോലെ ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് കൊടുക്കുന്നില്ല, ഏകദേശം ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ആപ്പിളിൻ്റെ ഒരു കാൽ ഭാഗവും അതേപോലെ പഴത്തിൻ്റെ ഒരു കാൽ കഷ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. അങ്ങനെ പഴവും ആപ്പിളും ഒരു 10 മിനിറ്റ് അത്ര നേരം വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ ബ്രഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല പഴുത്ത പപ്പായയാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 5 കഷ്ണങ്ങൾ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് നല്ല തിളപ്പിച്ച പാല് ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതാണ് ഞാൻ മോൻക്ക് ബ്രഞ്ചായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് അടുത്ത ലഞ്ചിന് വേണ്ടിയിട്ട് പച്ച പപ്പായയും അതേപോലെ പരിപ്പുമാണ് എടുക്കുന്നത്. ഇത് രണ്ടും നന്നായിട്ട് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും പിന്നെ അതിലേക്ക് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ചോറും, അതായത് വേവിച്ച ചോറാണ് ഞാൻ ഇടുന്നത്. അതും ഇട്ടിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 3-4 വിസിൽ വരെ വേവിക്കുക. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ലഞ്ചിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. അങ്ങനെ കുട്ടീൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഈവനിങ്ങിന് ഞാൻ കൊടുക്കുന്നത് ദാ ഒരു സപ്പോട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുക. അങ്ങനെ ഞാൻ ഒരു സപ്പോട്ടയാണ് എടുത്തത്, അതായത് ചെറിയൊരു സപ്പോട്ടയാണ് എടുത്തത്. ഇനി അതിലേക്ക് തിളപ്പിച്ച പാല് ഒരു 1/2 ഗ്ലാസ് പാൽ ഒഴിക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം സപ്പോട്ടയിൽ കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ മോൻക്കുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതാ ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒന്ന് ഏകദേശം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഗ്രൈൻഡ് ചെയ്യുക. അങ്ങനെ ഓട്സ് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം മോൻക്ക് ഡിന്നറിന് ആവശ്യമുള്ള ഒരു 2 ടേബിൾ സ്പൂണോളം ഓട്സ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. അതായത് ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റോളം വേവിക്കണം. ഓട്സ് ആയതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വേവണം. ഇത് വേവിക്കുമ്പോൾ ഇതിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാൽ നന്നായി വെള്ളം ഒഴിച്ച് വേവിക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക.